മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിന്റെ പേര് പൂക്കള മത്സരം എന്നാണ്. 7 പേരടങ്ങുന്ന 3 ടീമാണ് ഇതിലേക്ക് വേണ്ടത്. ഓരോ ടീമിൽ നിന്നും ഓരോ വിധികർത്താവ് ഉണ്ടായിരിക്കും. ഈ ഒരു വിധികർത്താവും ഈ ഒരു ടീം തന്നെയായിരിക്കും ഇന്ന് മുഴുവനായിട്ട് എല്ലാ ഗെയിംസിനും വേണ്ടി പങ്കെടുക്കേണ്ടത്. ആദ്യത്തെ ടീം എന്ന് പറയുന്നത് ജിസേൽ, ആര്യൻ, ബിന്നി, ശൈത്യ, അക്ബർ, ശരത്ത് ഇവരാണ് ഒരു ടീം. അവർക്ക് തെക്കേടത്ത് എന്ന് പറഞ്ഞ പേരാണ് ബിഗ് ബോസ് കൊടുത്തത്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അൻമോൾ, മസ്താനി, അനീഷ്, അഭിലാഷ്, ജിഷിൻ, ഒനിൽ. ഭർത്താവ് അനീഷാണ്. വടക്കേടത്ത് നിന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ടീം നൂറ, ആദില, ഷാനവാസ്, പ്രവീൺ, രേണു, ലക്ഷ്മി, സാബുമോൻ. ഈ ഒരു ടീമിന്റെ വിധികർത്താവ് വരുന്നത് രേണു ആണ്. ഓൾറെഡി അവർ പറയുന്നുണ്ടായിരുന്നു ഇനി വടംവലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ രേണുവിന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് രേണുവിനെ വിധികർത്താവായിട്ട് അതിൽ നിയോഗിക്കാം എന്ന് പറഞ്ഞ് ഷാനവാസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ 3 ടീമും പൂക്കളും നല്ല ഭംഗിയിൽ ഇട്ടിട്ടുണ്ട്. വിധി നിർണ്ണയിക്കുന്ന സമയങ്ങളിൽ വരെ ശൈത്യം അനീഷും തമ്മിലാണ് നല്ല അടി നടന്നിട്ടുണ്ടായിരുന്നത്. ശൈത്യ പറഞ്ഞു ഞങ്ങളുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്, കാരണം ഞങ്ങൾക്കാണ് കുറച്ചുകൂടിയും ഈ റൂൾസ് വെച്ചിട്ടും ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടീമാണെന്ന്. എന്നാൽ അനീഷ് പറയുന്നത് ഞങ്ങളാണ് കുറച്ചുകൂടിയും മോഡേൺ ആയിട്ട് ലിമിറ്റഡ് സാധനം യൂസ് ചെയ്തിട്ട് നമ്മളാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. രേണു പിന്നെ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത പോലെ നിന്നിട്ട് ഒരു പ്രത്യേകിച്ച് വല്ല ഒരു ഒപ്പീനിയൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ രേണു പറഞ്ഞത് ശൈത്യയുടെ ടീമാണ്, അനീഷിന്റെ ടീമിന് രേണുവിന് താല്പര്യമില്ല. ഇവിടെ എനിക്ക് രണ്ടാമത്തെ ടീമിൻ്റെയാണ് നല്ലതായി തോന്നിയത്, അനീഷിൻ്റെ ടീമിൻ്റെ. അവർ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബാക്കിയുള്ളവർ കുറേ വലിച്ചു വാരി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ പൂക്കളം. ഒരു ഫെയർ ആയിട്ട് ജഡ്ജ്മെന്റ് തോന്നിയിട്ടില്ല. ജയിച്ചത് തെക്കേടത്താണ്, പക്ഷെ വടക്കേടത്താണ് ജയിക്കേണ്ടതായിരുന്നത്. ശൈത്യ എന്തോ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശൈത്യ ഭയങ്കര ഫേക്ക് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശൈത്യ ഇപ്പോൾ അക്ബറിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ആ ഒരു ബലം കൊണ്ടാണ് ആളിവിടെ അങ്ങനെ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ശൈത്യയുടെ മെയിൻ ടാർഗറ്റ് അനുമോളായിരിക്കും മിക്കതും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.